ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിൻ്റെയും പ്രധാനമന്ത്രിയാവും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം ഇത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. അതിൽ ആദ്യത്തെ കാര്യം ഞാനിപ്പോൾ പറയാം. നേപ്പാളിലെ ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ നേപ്പാളിലുണ്ട്, നേരത്തെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായി ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം നേപ്പാളിലെ ഈ വയലൻസ് അക്രമ സംഭവങ്ങൾ, അവിടെ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 25 വയസ്സ് 26 വയസ്സ് വരെ, 13 വയസ്സ് മുതൽ 26 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ജെൻസി എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. ന്യൂ ജനറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ മൂവ്മെൻറ്റ് ആരും ഉണ്ടാക്കിയ മൂവ്മെൻ്റ് അല്ല, സ്വയം ഉണ്ടായി വന്നതാണ്. അതിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ചില ആളുകൾ നോക്കി, ബലേൻ ഷാ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോക്കിയെങ്കിലും ബലേന്ദ്ര ഷാ എന്നിവിടെ വിളിക്കുന്ന, ബലേൻ ഷാ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്ര ഷാ എന്നാണ് ഒഫീഷ്യൽ നെയിം. ബലേൻ ഷാ എന്നാണ് തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത് വന്നത്. ഇപ്പോഴും ബലേൻ ഷാ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ പുള്ളി റാപ്പ് മ്യൂസിക് പാടുന്ന ആളാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ബലേൻ ഷാ എന്നുള്ള വിളിപ്പേരിൽ അവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബലേൻ ഷാ ഈ ഇവാഞ്ചലിസ്റ്റാണ്, ക്രിസ്ത്യനാണ്, ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്, അമേരിക്കൻ പിന്തുണയുള്ള ആളാണ്, ടൈം മാഗസിൻ്റെ കവറിൽ വന്ന ആളാണ്. പിന്നെ മാത്രമല്ല അമേരിക്കൻ അംബാസഡർ നിരന്തരമായി സ്വീകരിച്ച് ആതിഥ്യം അരുളുന്ന ആളാണ്. അമേരിക്കയിൽ ഔദ്യോഗികമായി അമേരിക്ക വിളിച്ചുകൊണ്ട് പോയ ആളാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം വേണമെന്നുള്ള ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ലൂ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അമേരിക്കൻ ഏജൻ്റാണ് ഈ ബലേൻ ഷാ എന്ന് പറഞ്ഞ ബലേന്ദ്ര ഷാ. അയാൾക്ക് ഈ ചുളുവിൽ കലാപത്തിൻ്റെ മറവിൽ പ്രധാനമന്ത്രിയാകാം നേപ്പാളിൻ്റെ എന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നതാണ് ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യൻ സർക്കാരിൻ്റെ കൂടെ ഇടപെടലിൻ്റെ ഭാഗമായി അട്ടിമറിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഈ അവിടെ തെരുവിലിറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നേപ്പാളിലെ സാധുക്കളായ മനുഷ്യരാണ്, സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. അവർക്ക് ഇന്ത്യയോടാണ് സ്നേഹം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകണം, രക്ഷപ്പെടണം, ഇവിടെ പഠിക്കണം, ഇവിടെ ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുക. നേപ്പാൾ ഒരു ദരിദ്ര രാജ്യമാണ്. അവരുടെ സ്വർഗ്ഗഭൂമിയാണ്, അവരുടെ പിതൃദേശമായി അവർ കാണുന്ന ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ അവിടെ ചെറുപ്പക്കാരായ കുട്ടികളെയും ചെറുപ്പക്കാരെയും കാണുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായിട്ട് മോദിയെ വേണം, ഇല്ലെങ്കിൽ യോഗിയെ വേണം. മോദിയും യോഗിയും ഇല്ലെങ്കിൽ അവരെ പോലുള്ള ആരെങ്കിലും കിട്ടണം. അങ്ങനെ അപ്പോൾ ഇന്ന് NDTV പറയുന്നത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായിട്ട് ആരെ മതി? മോദിജി മതി. ഇതിന് വലിയ ദൂരവ്യാപകമായ അർത്ഥമുണ്ട്. മോദിജിയെ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായിട്ട് വരണം എന്ന് നേപ്പാൾ പറഞ്ഞാൽ നേപ്പാൾ എന്താവണം എന്നർത്ഥം? ഇന്ത്യയുടെ ഭാഗമാണ്. നേപ്പാൾ ഇന്ത്യയുടെ കൂടെ ആകാൻ വീരേന്ദ്ര രാജാവിൻ്റെയൊക്കെ കാലം മുതൽ തന്നെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമുണ്ട്. നേപ്പാളിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ ചിത്രം പിന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നലെ നേപ്പാളിൻ്റെ സൈന്യത്തലവൻ പത്രസമ്മേളനം നടത്തിയത്. നമ്മൾ പറഞ്ഞു, വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇന്ത്യയുമായി വലിയ ബന്ധങ്ങൾ നേപ്പാളിനുണ്ട്. കാരണം നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ ഹിന്ദു രാജ്യം. പൃഥ്വിനാരായൺ ഷായുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ ബന്ധം, ഊഷ്മളമായ ബന്ധം. കാരണം നമ്മുടെ സീതാദേവി ജനിച്ചത് അവിടെയാണ്, പശുപതിനാഥ ക്ഷേത്രം അവിടെയാണ്. ജനസംഖ്യയിൽ 80% ഹിന്ദുക്കളാണ്, 7% ബുദ്ധമതക്കാരും, ബാക്കി ഇപ്പോൾ കൺവേർട്ടഡ് ക്രിസ്ത്യൻസും ആണ് അവിടെ ഉള്ളത്. അവർ വലിയ തോതിൽ പറയുമ്പോൾ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ് നേപ്പാൾ. വലിയ ദാരിദ്ര്യമുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ കമ്പിളിപ്പതപ്പ് കൊടുത്ത് മതം മാറ്റുന്ന ലോബി വലിയ തോതിൽ നേപ്പാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുമുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാരുമുണ്ട്, ഇസ്ലാമിസ്റ്റുകളുണ്ട്. നേപ്പാളിൻ്റെ അതിർത്തിയിൽ മുഴുവൻ ദർഗകളും മറ്റും ഉണ്ടാക്കിയിരുന്നു, ഇന്ത്യൻ സൈഡിലും നേപ്പാളിൻ്റെ സൈഡിലും. ഇന്ത്യൻ സൈഡിലുള്ള മുഴുവൻ യോഗി അങ്ങ് പൊളിച്ചു കളഞ്ഞു. കാരണം അവിടെ ഈ തീവ്രവാദ പ്രവർത്തനം, ഇസ്ലാമിസ്റ്റുകൾ അവിടെ നേപ്പാളിൽ പിടിമുറുക്കുന്നു. ഹിന്ദുക്കൾ എന്തെങ്കിലും കൊടുത്ത് ഒന്നുമില്ലാത്ത സാധുക്കളായ മനുഷ്യരാണ്, അവരെ മതം മാറ്റാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വലിയ ആസൂത്രിതമായ നീക്കം നേപ്പാളിനെ ഫോക്കസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കലാപം വരികയും അതിലൂടെ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിയത്. ഇപ്പോൾ അത് അമ്പേ പാളി. അത് എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പറ്റീഷൻ വേണ്ട. എങ്ങനെയാണ് ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് വേണമെങ്കിൽ അങ്ങനെ പറയാം, അമേരിക്ക കളിക്കുന്ന കളിക്ക് ബദലായി നമ്മളൊരു കളി കളിച്ചു. അത് കൃത്യമായി അത് ഫലം ചെയ്തു. മാത്രമല്ല നേപ്പാളി സൈന്യത്തിൻ്റെ ഓണററി ജനറലാണ് ഇന്ത്യൻ ആർമിയുടെ ചീഫ്. തിരിച്ചും അങ്ങനെയാണ്. മാത്രമല്ല നേപ്പാളുകാരെ എടുത്തിട്ട് നമ്മൾ ഗൂർഖ റെജിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നേപ്പാളും ഇന്ത്യയും തമ്മിൽ സൈനികപരമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. ആ സമയത്താണ് നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് യോഗിയെ വേണം അല്ലെങ്കിൽ മോദി മതി എന്ന് പറയും. യോഗിയെ വേണമെന്ന് പറയുന്നത് യോഗി അവരുടെ ആത്മീയ ഗുരുവാണ്. ഗോരഖ്നാഥിൻ്റെ നാഗ് സെക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിശ്വാസധാരയുണ്ട്. അപ്പോൾ അവരുടെ വലിയ ആത്മീയ ആചാരനാണ് നേപ്പാളിലെ ബുദ്ധമതക്കാരുടെയും ഹിന്ദുക്കളുടെയും ആത്മീയ ആചാരനാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ഒരു വാക്ക് പറഞ്ഞാൽ നേപ്പാളിൽ എന്ത് സംഭവിക്കും?
അപ്പോൾ യോഗിയുടെയും കൂടെ ഇടപെടലിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേപ്പാളിൽ ഈ മാറ്റമൊക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യ വളരെ സമർത്ഥമായി കരുക്കൾ നീക്കി. അപ്പോൾ മോദിയെ പ്രധാനമന്ത്രിയായി വേണം എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമാകുക എന്നത് തന്നെയാണ്. നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതാണ്. നേപ്പാൾ സന്നദ്ധമായിരുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റു നേപ്പാളിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നേപ്പാൾ വേറെ രാജ്യമായി പോയത്. അല്ലെങ്കിൽ നേപ്പാളും ഭൂട്ടാനും ഒക്കെ ബർമ്മയുമൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അഖണ്ഡ ഭാരതം എന്നുള്ള നമ്മുടെ സങ്കല്പത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നേപ്പാളിലെ പുതിയ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് കളിച്ച കളി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ പ്രധാനമന്ത്രിയായി കാണുന്നു അവർ. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണ്, അഴിമതിയില്ലാത്ത ഒരു ഭരണം വേണം എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ നേപ്പാൾ സൈന്യ തലവൻ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിന് ശേഷം ഒരു വെർച്വൽ വോട്ടെടുപ്പ് നടന്നു. സുശീല കാർക്കി എന്ന് പറഞ്ഞ 73-കാരിയെ ഇപ്പോൾ നേപ്പാളി പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നേപ്പാളി പ്രധാനമന്ത്രിയായിട്ട് അവർ സത്യപ്രതിജ്ഞ ചെയ്യും. ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് വരും എന്ന് ഉറപ്പായിരിക്കുന്നു. ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ച ബലേൻ ഷാ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചിത്രത്തിൽ നിന്ന് ഔട്ടായി. അപ്പോൾ സുശീല കാർക്കിയെ കുറിച്ച് നോക്കുമ്പോൾ സുശീല കാർക്കിയോട് മാധ്യമങ്ങൾ സംസാരിച്ചു. ആദ്യമേ അവർ പറയുന്നത് നരേന്ദ്രമോദിക്ക് സിന്ദാബാദ്. ഇതാണ് സുശീല കാർക്കി പറയുന്നത്. നരേന്ദ്രമോദി എത്ര വലിയ നേതാവാണ്, ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, ഈസ് എ വെരി ഗുഡ് ലീഡർ, ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നാണ് സുശീല കാർക്കിയുടെ ആദ്യത്തെ പ്രതികരണം വന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദിയാണ്, മോദിയെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആർക്കും വേർതിരിക്കാൻ കഴിയാത്ത, ഇടപിടിച്ച് മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് ഇന്ത്യയുടെ. എക്കാലത്തും ഇന്ത്യ സഹായിച്ചിട്ടുള്ള രാജ്യമാണെന്ന് സുശീല കാർക്കി മാധ്യമങ്ങളോട് പറയും. സുശീല കാർക്കി അവിടെ നേപ്പാളിലൊരു സാധാരണ കുടുംബത്തിൽ, ബിരാട് നഗറിലെ ഒരു സാധാരണ കുടുംബത്തിൽ 7 മക്കളുണ്ട്. ഇവരുടെ അച്ഛനും അമ്മയ്ക്ക് 7 മക്കളിൽ മൂത്ത ആളാണ് സുശീല കാർക്കി. ഇപ്പോൾ 73 വയസ്സുണ്ട്. അവർ 1952 ജൂൺ 7-ാം തീയതിയാണ് ജനിച്ചത്. അങ്ങനെ നേപ്പാൾ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി. അപ്പോൾ വനിതാ ചീഫ് ജസ്റ്റിസായ സുശീല കാർക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞത് അവർ അഴിമതിക്കെതിരെ എടുത്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അപ്പോൾ നേപ്പാളി കോൺഗ്രസ്, നേപ്പാളിലെ വീരേന്ദ്ര രാജാവിനെ 2001 നാരായണഹിതി കൊട്ടാരത്തിൽ വെച്ച് വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് രാജഭരണം അവസാനിച്ചത്. രാജഭരണം അവസാനിപ്പിച്ചതാണ്. അതിൻ്റെ പിന്നിലെ കളികളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയുടെ പകയാണ് നേപ്പാളി രാജകുടുംബത്തെ കോട്ടക്കല ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണട്ടെ. അപ്പോൾ വീണ്ടും നമ്മളത് പറയണ്ട, ചർവിത ചർവണം പോലെ പറയണ്ട. ഏതായാലും നേപ്പാൾ അങ്ങനെ ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിനെ സോണിയാഗാന്ധി പക വീട്ടി ഹിന്ദു രാജ്യമല്ലാതാക്കി. ഹിന്ദു രാജ്യമല്ലാതാക്കിയിട്ട് അവിടെ ഇന്ത്യൻ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള നേപ്പാളി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ചു. പിന്നീട് അവരുടെ പക്കൽ നിന്ന് മാവോയിസ്റ്റുകൾ കൊണ്ടുപോയി. നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാവോയിസ്റ്റ്, അവരുടെ കയ്യിലായിരുന്നു ഭരണം. പിന്നീട് ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചു. ഒരു 12 വർഷത്തിനിടയ്ക്ക് 17 സർക്കാർ മറ്റോ നേപ്പാളിൽ വന്നു. ഭരണസ്ഥിരത ഇല്ലാണ്ടായി. അപ്പോൾ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് രാജഭരണം തിരിച്ചു വേണമെന്ന് പറയുന്നു. വലിയ അഴിമതി, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ വലിയ അഴിമതി നടത്തി. അവസാനം നേപ്പാളിലെ കോൺഗ്രസ് ഭരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവും അവസാനിച്ചു. നേപ്പാൾ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ആരൊക്കെ പറയുന്നു ദുബായിക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു, ദുബായിലുണ്ടെന്ന് പറയുന്നു, ചൈനയ്ക്ക് കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശർമ്മ ഒലി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു വാക്കോ സ്പേസ് വന്നു. ഇപ്പോൾ സൈന്യത്തിൻ്റെ കൂടെ താല്പര്യാർത്ഥം, സൈന്യത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, നേപ്പാളിലെ സൈന്യത്തലവൻ ഇന്ത്യൻ സൈന്യത്തലവനെ കണ്ടാൽ സല്യൂട്ട് അടിക്കണം. കാരണം നേപ്പാൾ സൈന്യത്തിൻ്റെ ഹോണററി ജനറലാണ് ഇന്ത്യൻ കരസേനാ മേധാവി. അപ്പം നേപ്പാളി സൈന്യം ഈ പറയുന്നത് പോലെ രാജഭരണത്തിന് അനുകൂലമായി ഒരു നിലപാടെടുത്താൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് സുശീല കാർക്കി വരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ കൂടെ തീരുമാനമാണ്. അപ്പോൾ സുശീല കാർക്കി ബിരാട് നഗറിലാണ് ജനിച്ചത്. 7 മക്കളിൽ മൂത്ത ആളാണ്. അവരുടെ ഓർമ്മയിൽ അവർ പറഞ്ഞു, അവർ വാർത്തയിൽ നിറഞ്ഞൊരു കാര്യം പറയാമെന്ന് ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രതികരണമുണ്ട്. ഞാൻ ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ് പഠിച്ചത്, ഗംഗാനദിയുടെ തീരത്താണ്. ഗംഗ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പുളകം കൊള്ളുന്നു എൻ്റെ ശരീരം. ഞങ്ങൾ ഗംഗാനദിയുടെ തീരത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചത്. രാത്രി, നല്ല നിലാവുള്ള രാത്രികളിൽ ഞങ്ങൾ കൂട്ടുകാരികളെല്ലാം കൂടെ ഹോസ്റ്റലിൻ്റെ ടെറസിൽ കിടക്കുമായിരുന്നു. നല്ല ശാന്തമായ ആകാശം, നക്ഷത്രങ്ങൾ നോക്കിക്കിടക്കാം, അപ്പുറത്തൊഴുകുന്ന ഗംഗ, എന്തൊരു ദിവ്യമായ അനുഭൂതിയാണെന്നറിയാമോ എന്നൊക്കെ പറയുമ്പോൾ സുശീല കാർക്കിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് അവർ പറയുന്നു, അപ്പോൾ അവരുടെ കഥ എന്ന് പറയുന്നത് ഇവർ ജൂലൈ 2016 ജൂലൈ മുതൽ 2017 ജൂൺ വരെ ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. ആ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. 2017 ഇവരെ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേരുന്ന സർക്കാർ ചീഫ് ജസ്റ്റിസിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഇവർക്കെതിരെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നു.
അപ്പോൾ നമ്മൾ ഓർക്കും ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്ന് സുശീല കാർക്കി എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടാണെന്ന് എന്ന് കരുതും. അങ്ങനെയല്ല. നേപ്പാളിലെ അഴിമതി വിരുദ്ധ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ചീഫ് രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആയിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ അഴിമതി അന്വേഷിക്കാൻ ഉള്ള സംവിധാനത്തിൻ്റെ ചീഫ് രാഷ്ട്രീയക്കാരുടെ മാനസപുത്രനാണ്. അതെ. അപ്പോൾ അവർ തങ്ങളുടെ ദേഹത്ത് കൊള്ളരുതെന്ന് കരുതിയിട്ടാണ് അവർക്ക് വേണ്ടപ്പെട്ട ആളുടെ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ആലോചിച്ച് ഒരു ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ചീഫിനെ വെച്ചത്. പക്ഷേ സുശീല കാർക്കി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഇയാളുടെ നിയമനം നടപടികൾ പാലിക്കാത്തതാണെന്ന് കണ്ട് ഇയാളെ പുറത്താക്കി. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ രക്ഷിതാക്കൾ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോയിസ്റ്റും കൂടെ ചേർന്നിട്ട് ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നിട്ട് ഇംപീച്ച്മെൻറ്റിൻ്റെ പേരും പറഞ്ഞ് സുശീല കാർക്കിയെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ അഴിമതിക്കെതിരായി രാഷ്ട്രീയക്കാരുടെ അഴിമതി സംരക്ഷിക്കാൻ അവർ തന്നെ അവരുടെ സ്വന്തം ആളെ അഴിമതിക്കാരനായി അഴിമതി അന്വേഷണ സംഘത്തിൻ്റെ തലവനായി എല്ലാ വ്യവസ്ഥകളും പാലിച്ച് നിയമിച്ചതിനെതിരെ നടപടിയെടുത്ത ചീഫ് ജസ്റ്റിസിനെ സസ്പെൻഡ് ചെയ്തത് നേപ്പാളിൽ വലിയ വാർത്തയായിരുന്നു. അന്നു മുതൽ നേപ്പാളി ജനതയുടെ പ്രിയപ്പെട്ട ആളാണ് സുശീല കാർക്കി. അഴിമതി വിരുദ്ധ പോരാട്ടം, രാഷ്ട്രീയക്കാരുടെ അഴിമതി, സ്വജനപക്ഷപാതം ഇതുകൂടെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ സമരം അവിടെ നടന്നത്. ശരിക്കും 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിൻ്റെ പേരിലാണ് ഈ സമരം ആരംഭിച്ചത്. അത് ശ്രദ്ധേയമാണ്. നമ്മൾ ആലോചിക്കണം, ഈ മദ്യം മയക്കുമരുന്ന് പോലെ ഈ യുവാക്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകളാണ് അല്ലേ? അവർക്ക് വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സാധനം നിന്നുപോയാൽ ജീവിതം ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ പോലെയാണ്. ഇത് ലോകത്തെവിടെയും സംഭവിക്കാം. ഇപ്പം നേപ്പാൾ പോലെ വളരെ ദുർബലമായ ഒരു പ്രദേശമായതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇന്ത്യയിലൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവേണ്ട ഒരു ആവശ്യകത. എന്തുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും നേപ്പാളും നിരോധിച്ചത്? നേപ്പാൾ സർക്കാർ പറയുകയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരണമെന്ന് പറഞ്ഞാൽ തരാൻ സൗകര്യമില്ലെന്ന് പറയും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫേസ്ബുക്കിനോട് ഒരു കാര്യം ചോദിച്ചാൽ ഫേസ്ബുക്ക് തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫേസ്ബുക്കിനെ നമ്മൾ നിരോധിക്കും. അതാണ് നേപ്പാളും ചെയ്തത്. ശർമ്മ ഒലിയുടെ സർക്കാർ എന്തായാലും ചെയ്തത് തെറ്റായ നടപടിയൊന്നുമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിദേശത്തിൻ്റെ ആണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പാലിച്ചില്ല, അങ്ങനെ നിരോധിച്ചു. അതിൻ്റെ പേരിലാണ് ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയതെങ്കിലും അതിന് കൃത്യമായൊരു ദിശാബോധം വന്നു. അഴിമതി വിരുദ്ധ പോരാട്ടം. ആ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് അവസാനം ശരിക്കുള്ള ഊർജം വന്നു. അതായത് ഈ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, അതുകൊണ്ട് രാജാവ് ഭരിച്ചാൽ മതി, രാജാവ് ഭരിച്ചാൽ അഴിമതി ഉണ്ടാവത്തില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഈ ജൻസി സമരം മാറി. അത് ശരിക്കും ഒരു ജൈവികമായ സമരമായി മാറി. അതിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയെ നോക്കി, ഇന്ത്യയെ പ്രതീക്ഷയോടെ കണ്ട് ഇന്ത്യയാണ് ഞങ്ങളുടെ രക്ഷകൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ളൊരു വിചാരം നേപ്പാളികൾക്ക് വന്നിരിക്കുന്നു. അതിനെ സാർത്ഥകമാക്കാൻ ഒരുപക്ഷെ സുശീല കാർക്കിയുടെ ദിവസങ്ങൾക്ക് കഴിയുമെന്നാണ് കരുതേണ്ടത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി നേപ്പാളിൻ്റെയും പ്രധാനമന്ത്രിയാകുന്ന കാലം അധികം ദൂരത്തല്ല എന്ന് കരുതാം. കാരണം അഖണ്ഡ ഭാരതം ഒരു സ്വപ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.